നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നിഫ്റ്റി അങ്ങനെ 23,600 എന്ന റേഞ്ച് എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ഒരു 6-7 ദിവസം കൊണ്ട് 1,600 പോയിൻ്റാണ് നിഫ്റ്റി റാലി രേഖപ്പെടുത്തിയത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിലും പോസിറ്റീവായ രീതിയിലാണ് റാലി രേഖപ്പെടുത്തിയത്, റിയാക്ട് ചെയ്തത്. ട്രംപ് അവിടെ റെസിപ്രോക്കൽ താരിഫ് എല്ലാം തന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുമെന്നുള്ള ആ ഒരു സെൻറ്റിമെൻറ്റ്സ്, ഇന്ത്യ ആ ഒരു റെസിപ്രോക്കൽ താരിഫിന് ഒരു ഇരയായ ഒരു രാജ്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു റിലീഫ് ഉണ്ടാകുമെന്നുള്ള അവിടുത്തെ അനലിസ്റ്റുകളിലെല്ലാം തന്നെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് US മാർക്കറ്റ് ഇന്നലെ ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി. അതുവഴി ഇന്ത്യൻ മാർക്കറ്റും ഇപ്പോൾ കാണുന്ന റാലിക്ക് പ്രധാന കാരണം അതുതന്നെയാണ്. അപ്പോൾ US മാർക്കറ്റ് പോസിറ്റീവ്ലി ക്ലോസ് ചെയ്തിട്ടുണ്ട്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ADR സ്റ്റോക്കുകൾ പോസിറ്റീവാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഇപ്പോൾ പോയിന്റുകളൊന്നും തന്നെ ഫോളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉള്ളത്. കണ്ടിന്യൂസ് റാലിയാണെന്ന് ഓർക്കണം. 6 ദിവസത്തെ കണ്ടിന്യൂസ് റാലിയാണെന്ന് ഓർക്കണം. അപ്പോൾ വളരെ അടുത്ത് മാർക്കറ്റിൽ കയറിയ റീറ്റെയിലേഴ്സ് എല്ലാം തന്നെ വളരെ നല്ല പ്രോഫിറ്റ് എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു അവസരമാണുള്ളത്. നമുക്കറിയാം, മാർക്കറ്റ് എപ്പോഴും ഒരേ ഡയറക്ഷനിലേക്ക് റോക്കറ്റ് പോലെ മുകളിലേക്ക് പോവുകയോ താഴേക്ക് പോവുകയല്ല ചെയ്യുന്നത്. ഒരു സിംഗിൾ ലോയൊക്കെ നിഫ്റ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ട തന്നെയാണ് മാർക്കറ്റ് പോകുന്നത്. പക്ഷേ FIs ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ബൈ നടത്തുമ്പോൾ മാർക്കറ്റ് ഈ രീതിയിലാണ്, ഭ്രാന്തമായ രീതിയിലാണ് മുന്നോട്ട് പോകാറ്. മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകൾ ഇപ്പോഴും ഹ്യൂജായിട്ട് നഷ്ടങ്ങൾ വരുത്തുന്നുണ്ട്. PE ഹോൾഡ് ചെയ്തും അല്ലെങ്കിൽ ഫ്യൂച്ചറും അല്ലെങ്കിൽ കോൾ ഓപ്ഷനൊക്കെ തന്നെ ഷോർട്ട് ചെയ്ത ആളുകൾ ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. അതായത് നമ്മൾ ട്രെൻഡിനെതിരെ പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ്. മാർക്കറ്റ് ഇപ്പോൾ അഗ്രസീവായിട്ടുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ ജസ്റ്റ് മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യാൻ ടെൻഡൻസി ഉള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് കാത്തിരിക്കുക എന്നുള്ളതാണ്. കാരണം മാർക്കറ്റ് എത്രമാത്രം റാലി രേഖപ്പെടുത്തിയാലും ബീറിഷായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് ഉള്ള ആളുകളുണ്ടാവാം. അതിലൊരു തെറ്റൊന്നുമില്ല. കാരണം എല്ലാ ആളുകൾക്കും വ്യത്യസ്ത ചിന്തകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഈ രീതിയിൽ സ്റ്റേബിളായിട്ട് പോകുന്നത്. എല്ലാവർക്കും ബുള്ളിഷ്നെസ്സും എല്ലാവർക്കും ബീറിഷ്നെസ്സും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. മാർക്കറ്റ് ക്രാഷ് ആവുന്ന സമയത്തും ഇതാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ബെസ്റ്റ് ടൈം എന്ന് ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ബൈയിങ്ങും നടക്കുന്നത്. എനിവേ, ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് കാണാൻ ഇന്നലെ US VIX ക്രാഷ് ചെയ്തു. 6.3% ക്രാഷ് ചെയ്തു. 15 കംഫർട്ടബിളായ റേഞ്ചിലാണ് US VIXന് നിൽപ്പ്. നാസ്ഡാക്കും ഡോയും കാണാം. നാസ്ഡാക്ക് 2.2% റാലി, ഡോ കാണാം 1.4% റാലി. അതിന് മുകളിലുള്ള യൂറോപ്യൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു. ഇനി ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ കണ്ടുവരുന്നു, ഇന്നലെ ഇങ്ങനെ അൺയൂഷ്വൽ മൂവ്മെൻറ്റ് ഉണ്ടാവുന്ന സമയത്ത് പുട്ട് ഷോർട്ട് ചെയ്ത ആളുകൾക്കും പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള സാധ്യതകളില്ല. കാരണം ഇതിനോടൊപ്പം തന്നെ വിക്സും സ്പൈക്ക് ചെയ്യും. ഇന്നലെ വിക്സ് നോക്കുകയാണെങ്കിൽ വിക്സ് ഏകദേശം ഒരു 8.9% വിക്സ് സ്പൈക്ക് ചെയ്തു. വിക്സ് സ്പൈക്ക് ചെയ്യുമ്പോൾ പ്രീമിയം രണ്ട് സൈഡിലും കൂടും. പ്രീമിയം രണ്ട് സൈഡിലും കൂടുമ്പോൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഈവൻ പുട്ട് സൈഡിലും ഉണ്ടാവില്ല. കാരണം വിക്സ് ആണ് സ്പൈക്ക് ചെയ്തിട്ടുള്ളത്, അതും 9%. കോൾ ഷോർട്ട് ചെയ്ത ആളുകളുടെ കാര്യം പറയേണ്ട കാര്യമില്ല. കാരണം മാർക്കറ്റ് കയറുമ്പോൾ ഉണ്ടാകുന്ന ലോസ്, വിക്സ് സ്പൈക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രീമിയത്തിലുണ്ടാകുന്ന ആ ഒരു സ്പൈക്ക്. അപ്പോൾ ഇതാണ് ഈ ഇന്ത്യ വിക്സും അല്ലെങ്കിൽ ഇംപ്ലൈഡ് വോളറ്റിലിറ്റിയും പ്രീമിയം തമ്മിലുള്ള ആ ഒരു റിലേഷൻ. ഇനി ഇന്ത്യൻ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ ആദ്യമായിട്ട് ഉള്ളത് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി കമ്പനിയാണ്. ഇവരുടെ CEO ആയിട്ട് അജിത് പ്രസാദ് സിംഗിനെ പുതിയ ഒരു 3 വർഷത്തേക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇതെല്ലാം ന്യൂസുകളാണ് കേട്ടോ. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഗുജറാത്ത് പ്ലാന്റിൽ തൊഴിലാളികളുടെ സ്ട്രൈക്ക് ഉണ്ട്. അത് മാനുഫാക്ചറിങ്ങിന് പ്രൊഡക്ഷനെ ബാധിച്ചേക്കാമെന്നുള്ളതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഹുണ്ടായി ഇന്ത്യയിൽ 694 കോടി രൂപയുടെ പുതിയ ടൂൾ സെൻറ്റർ അവർ ഓപ്പൺ ചെയ്യുകയാണെന്നുള്ള ന്യൂസാണുള്ളത്. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് കമ്പനി റിയാലിറ്റി കമ്പനിയാണ്. അവർ ബാംഗ്ലൂരിൽ 4 ഏക്കർ ലാൻഡ് അക്യൂർ ചെയ്തിട്ടുണ്ട് റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. RVNL കമ്പനിക്ക് 115 കോടി രൂപയുടെ ഓർഡർ സെൻട്രൽ റെയിൽവേ ഭാഗത്തു നിന്ന് ലഭിച്ചു. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി, അവർക്ക് ജർമ്മനിയിൽ നിന്ന്
ഒരു പുതിയ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. ഇനി സെൻട്രൽ ബാങ്ക് കമ്പനി, സെൻട്രൽ ബാങ്ക് ഇവരുടെ മിസ്റ്റർ എസ് കെ മുജാദർ എന്ന പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് അടുത്ത 3 വർഷത്തേക്ക് നിയമിച്ചു എന്നുള്ള ന്യൂസുണ്ട്. ഈസി മൈ ട്രിപ്പ് കമ്പനി, ട്രാവൽ രംഗത്തുള്ള ലീഡിംഗ് കമ്പനിയാണ് ഈസി മൈ ട്രിപ്പ് കമ്പനി. അപ്പോൾ അവർ ക്യാപിറ്റൽ ബിഗ് ചാർട്ടർ പ്രൈവറ്റ് ലിമിറ്റഡിൽ ഒരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നുള്ള ന്യൂസുണ്ട്. സീമക്ക് കമ്പനി പോഷ് ഇന്ത്യയായിട്ട് പുതിയൊരു ഓഫ് ഷോർ കോൺട്രാക്റ്റ് കമ്പനി സൈൻ ചെയ്തു. സീമക്ക് കമ്പനി. HCL ടെക് IT കമ്പനിയാണ്. ഇവർ AI ബേസ്ഡ് ആയിട്ടുള്ളൊരു ബിസിനസ് കോൺട്രാക്റ്റ് വെസ്റ്റേൺ യൂണിയൻ കമ്പനിയായിട്ട് ഇവർ സൈൻ ചെയ്തു. JNFC കമ്പനി തൈസൻ കുറുപ്പായിട്ട് പുതിയ ഒരു കോൺട്രാക്റ്റ് അവർക്ക് കിട്ടി എന്നുള്ള ന്യൂസുകൾ ഉണ്ട്. വിപ്രോ IT കമ്പനിയാണ്. വിപ്രോ ഇവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏജൻറ് ഫോഴ്സ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് കരാറിൽ ഏർപ്പെട്ടു. RPP ഇൻഫ്ര കമ്പനി 21 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ജുപ്പിറ്റർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ കമ്പനി ഇവർ HDFC ബാങ്കായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ജുപ്പിറ്റർ ലൈഫ് ഹോസ്പിറ്റൽ കമ്പനി. ഇൻഡോ അമിനീസ് കമ്പനി ഇവരുടെ പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ലാൻഡ് അക്യൂർ ചെയ്തിട്ടുണ്ട്. ഇൻഡോ അമിനീസ് കമ്പനി. SBI ലൈഫ് ഇൻഷുറൻസ് ടാക്സ് ഡിമാൻഡ് നോട്ടീസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. 352 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. ഇതെല്ലാം മാർക്കറ്റിലുള്ള ന്യൂസുകളാണ്. ബൈ സെൽ റെക്കമെൻഡേഷൻ എല്ലാം വൈകിട്ട് 7 മണിക്ക് കാണാം. താങ്ക് യു.